ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ മോസ്റ്റ്ലി ബൈക്സിൻ്റെയും കാർസിൻ്റെയൊക്കെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ച് ട്രാവൽ ബ്ലോഗ്സും. പക്ഷേ ഇപ്പോൾ ഞാൻ UK-ലാണ്, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ബൈക്സോ അങ്ങനെ കാർസോ ആക്സസ് ഇല്ല. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് രണ്ട് പേർക്കുണ്ടെങ്കിലും ഞാൻ അങ്ങനെ അവരെ സ്ഥിരം കാണാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കണ്ടൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ക്യാമറ ഒന്നും തന്നെ കൊണ്ടുവരില്ല. ഫോണുണ്ട് ഓബിയസ്ലി, എന്നാലും കുറച്ച് മടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ വഴിയിലങ്ങനെ വണ്ടികളുടെ വീഡിയോസും എടുക്കാറൊന്നും തന്നെ ഇല്ല. ഫോട്ടോസ് എടുക്കും, അത്ര തന്നെ ഉള്ളൂ. സോ എനിവേ, ഇവിടെ വന്നതിന് ശേഷം ടു എൻഗേജ് മൈസെൽഫ്, ലൈക്ക് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക, എൻ്റെ ഒരു പാഷൻ നിലനിർത്താനായിട്ട് ഞാൻ കുറച്ച് കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. നാട്ടിൽ തന്നെ എനിക്ക് ഓൾറെഡി ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ ഉണ്ട്. അതും എൻ്റെ കുറച്ച് വീഡിയോസ് എൻ്റെ ഈ ചാനലുണ്ട്. സോ ഇവിടെ വന്നിട്ട് അത്യാവശ്യം ഹോട്ട് വീൽസിൽ ഞാൻ കളക്ട് ചെയ്ത് തുടങ്ങി ആഫ്റ്റർ 5 months ഇവിടെ വന്നതിന് ശേഷം. പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് ആ കളക്ഷൻ നിർത്താൻ പറ്റില്ല. ഞാൻ ഈ സ്റ്റാർട്ടഡ് കളക്ടിങ് എ ലോട്ട് ഓഫ് തിങ്സ്. അതിൽ എൻ്റെ കുറച്ച് കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാനാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ ഈ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് വീൽസ് ഉണ്ട്, പിന്നെ കണക്കുള്ള ഡൈക്കാസ് കാർസ് ഉണ്ട്, കുറച്ച് RC കാർസ് ഉണ്ട്, ഡാർക്ക് ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്. ദെൻ ഐ ഗോട്ട് എന്തുണ്ട്, കുറേ ബുക്സ് കളക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല കുറച്ച് മൊബൈൽ ഫോൺസ് എൻ്റെ അടുത്ത് കളക്ഷൻസ് ഉണ്ട്. സോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് എൻ്റെ ഇവിടുത്തെ മൊബൈൽ കളക്ഷൻസാണ്. കുറച്ച് ഫോൺസ് ഉണ്ട്. ഞാനിതിൽ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ 2 ഫോണാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞാൽ ലൂമിയ 520. ഐ ആം എ ഹ്യൂജ് ഫാൻ ഓഫ് ലൂമിയ ഫോൺസ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഓബിയസ്ലി നല്ല കുറച്ച് ഫോൺസ് കിട്ടി. സോ ഐ കളക്റ്റഡ് ദാറ്റ്. സോ ഇത് 630. സോ 520 ആൻഡ് 630 ആണ് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിലൊരു ഇൻഡെപ്ത് റിവ്യൂ ഒന്നുമല്ല, ഞാൻ ബേസിക്കലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. മാത്രമല്ല വാട്ട് ഐ ലൈക്ക് അബൌട്ട് ദീസ് ഫോൺസ് എന്നുള്ളതും പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എനിവേ, നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യം തന്നെ ഞാനിവിടെ റിവ്യൂ ചെയ്യുന്നത് എൻ്റെ ലൂമിയ 520 ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺസ് ഞാൻ യൂസ് ചെയ്തത്. എൻ്റെ ആ ഫസ്റ്റ് ലൂമിയ ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന 520 ആണ്. ഈ എക്സാക്ട് ഫോണല്ല, ഐ ഹാഡ് വൺ 520 ബാക്ക് ദെൻ. എൻ്റെ ഫാമിലിയിൽ ഫസ്റ്റ് 520, അതായത് ഈ ലൂമിയ ഫോൺ മേടിക്കുന്ന എൻ്റെ സിസ്റ്ററാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് മേടിച്ചത്. അന്ന് 2 ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ഒന്ന് സാംസങ്ങിൻ്റെ എയ്സോ അങ്ങനെ ഏതോ ഒരു മോഡലും, പിന്നെ ഉണ്ടായിരുന്ന ലൂമിയാണ്. സോ വി ചൂസ് ലൂമിയ. ബേസിക്കലി എൻ്റെ റീസൺ, ഞാനൊരു ഫാനാണ് ലൂമിയ ഫോൺസിൻ്റെ. കാരണം എനിക്ക് അതിൻ്റെ ഇൻ്റർഫേസും ഇതിൻ്റെ ലുക്സും ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഇപ്പോഴും നമ്മൾ കാണുന്ന പല ഫോൺസിൻ്റെയും ഡിസൈനും കാര്യങ്ങളായിട്ടൊക്കെയാണ് ഫീൽ ചെയ്തത്. മാത്രമല്ല അന്ന് സാംസങ്ങിൻ്റെ വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഇറ്റ്സ് വെരി ലാഗിങ്. അതിന് ഒരുപാട് ലാഗ് ഇഷ്യൂസും അങ്ങനെ വലിയൊരു പെർഫോമൻസൊന്നും തന്നെ ഉണ്ടെന്ന് തോന്നിയില്ല. പിന്നെ ആൻഡ്രോയിഡ് എന്നുള്ളൊരു ബെനിഫിറ്റ് മാത്രമാണ് കണ്ടത്. സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടും നമുക്കിനി. അതിൽ തന്നെ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയൊക്കെ ആപ്പ് കിട്ടും. അതൊന്നും തന്നെ നമുക്ക് ഈ കാണുന്ന ലൂമിയയിൽ കിട്ടില്ല. ഫേസ്ബുക്കിൻ്റെ ആപ്പ് ഉണ്ട്, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ യൂട്യൂബിൻ്റെ ഒന്നും കിട്ടത്തില്ല. നമ്മൾ വെബ് ബ്രൗസറിൽ പോയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. സോ എനിവേ, ദാറ്റ്സ് എ വാൾപേപ്പർ, വൺ ഓഫ് ദ ഐക്കോണിക് വാൾപേപ്പർ. ഞാനിത് കുറേ നാൾ എൻ്റെ യൂസ് ചെയ്തിരുന്ന വാൾപേപ്പർ ഇത് തന്നെയായിരുന്നു. പിന്നെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു വാൾപേപ്പർ ഉണ്ടായിരുന്നു. ഇറ്റ്സ് സോ കൂൾ. സോ അല്ല, ഞാൻ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഇൻ്റർഫേസ് ഭയങ്കര രസമായിരുന്നു. ഇനി ഇപ്പോഴും ഭയങ്കര ഫ്രഷ്നെസ് തോന്നുന്ന ഒരു ഇൻ്റർഫേസാണ് ഈ കാണുന്നത്. എന്താണെന്നറിയില്ല, ഇത് കാണാൻ ഭയങ്കര ഫ്രഷാണ്. കാര്യം നമ്മൾ ഈ ഇപ്പോഴത്തെ ഞാൻ പിക്സൽ യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഐഫോണിനുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും എനിക്ക് തോന്നാത്തൊരു എന്താ പറയുക, ഒരു ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ഇൻ്റർഫേസിൻ്റെ അടുത്ത്. കാരണം ഭയങ്കര മിനിമലാണ്, സിമ്പിളാണ്, എന്നാൽ ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസും കൂടിയാണ്. കാരണം ഈ കാണുന്ന പീപ്പിൾ എന്ന സാധനത്തിൽ ഈ ടൈലിടുന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മളവിടെ ആൾക്കാരെ നമ്പർ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, നമുക്കിവിടെ മെസ്സേജസ് ഇപ്പോൾ നമ്മൾ വലിയ ഐക്കണിട്ട് ഞാൻ മെസ്സേജസ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. നമ്മൾ ഈ മെസ്സേജ് ആപ്പിലോട്ട് പോകണമെന്ന് തന്നെ ഇല്ല, നമുക്ക് അതിൽ തന്നെ കാണാം. പിന്നെ അത് കണക്ക് ഫോട്ടോസ് ഇത് കണക്ക് മാറി മാറി വരും. പിന്നെ നമ്മൾ ഈ ഫേസ്ബുക്ക് വന്ന് വാട്സാപ്പിൻ്റെയൊക്കെ ആപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഇത് കണക്ക് ഇവിടെ ഹോമിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലിങ്ങനെ ടൈലിങ്ങനെ റൊട്ടേറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ്ലി ആപ്പ് ഓപ്പൺ ചെയ്യേണ്ട ഒന്നും കാര്യമില്ല. ചുമ്മാ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കാണിക്കും എന്നുള്ളത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞാനിത് വൈഫൈ കണക്ട് ചെയ്യാൻ നോക്കി, പക്ഷേ ഇതിൽ ഒരു സാധനം വർക്ക് ചെയ്യത്തില്ല. നമ്മൾ സ്റ്റോറിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം എററാണ് കാണിക്കുന്നത്. നമ്മുടെ ബ്രൗസറിലും ഓൾമോസ്റ്റ് സെയിം ഇഷ്യൂസാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഓരോ ആപ്പിൻ്റെ, ഇപ്പം നമ്മളിപ്പോൾ മ്യൂസിക് ആൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൽ പോയി കഴിഞ്ഞുണ്ടോ എന്ത് രസമൊന്നുണ്ടോ. അതിൻ്റെ ഒരു ആനിമേഷനും അതിൻ്റെ ഒരു ഭയങ്കര ഫ്രഷ്നെസ്സാണ്. എനിക്കിപ്പോഴും ഇത് ഭയങ്കര എന്താ പറയുക, പഴയതാണെന്നൊരു ഫീലേ ഇല്ല. കാരണം ഇപ്പോഴും ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് ലൈക്ക് സ്റ്റിൽ ബി യൂസിങ് ലൂമിയ ഫോൺസ്. കാരണം എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പിക്സൽ ഫോൺസാണ്. പക്ഷേ എപ്പോഴും എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലൂമിയ ഫോൺസ് തന്നെയാണ്. കാര്യം ഇതിൻ്റെ ഈ ഒരു ഇൻ്റർഫേസും ഇതൊക്കെ തന്നെ. കാരണം ഈസ് ഓഫ് യൂസാണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മൾ ഇപ്പോഴത്തെ ഫോൺസെല്ലാം നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം എല്ലാം എടുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്.
അങ്ങനെയല്ല, നമ്മൾ ഓബിയസ്ലി ഇതിൽ സ്ക്രോൾ ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഈ ഗ്ലാൻസിൽ തന്നെ നമുക്കെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ഫോണിൻ്റെ യൂസ് ഭയങ്കര മിനിമലാണ്. പണ്ടൊക്കെ ഞാൻ ഈ പറഞ്ഞ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഫോണിൻ്റെ യൂസേജ് ഭയങ്കര കുറവായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പം അങ്ങനെയല്ല, നമ്മളിങ്ങനെ എടുത്ത് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മൾ പിന്നെ അതിൽ എൻഗേജ്ഡ് ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് ഓക്കെ നമുക്കറിയേണ്ട കാര്യം ഓൾറെഡി ഇതിൽ കാണുന്നുണ്ട്, ഓക്കെ അപ്പോൾ അടച്ചു വെക്കുന്ന ഒരു പരിപാടിയായിരുന്നു എൻ്റെ ഒരു സ്വഭാവം. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോണായിരുന്നു. ഞാനത് വെള്ള പൂശുന്നല്ല, ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്യുന്നതാണ്. സോ പിന്നെ ഇതിലെ ക്യാമറ പോയി കഴിഞ്ഞാൽ 520 ക്യാമറ അത്യാവശ്യം കൊള്ളാമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഭയങ്കര കിടിലം പറയുന്നത്. അത്യാവശ്യം ഞാനൊരു കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സാമ്പിൾസ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളും തന്നെ ഈ ഫോട്ടോയിൽ കാണാനായിട്ട് പറ്റും. വിച്ച് ഈസ് കൂൾ. ഇതിൽ 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കിതിൻ്റെ സ്പെക്ക് എനിക്കെല്ലാം ഓർമ്മയില്ല, എൻ്റെ പണ്ടത്തെ ഓർമ്മയില്ല ഞാനിത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ കുറേ ഇതിൻ്റെ ആപ്സൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് നൈസാണ്. എനിക്ക് എൻ്റെ കയ്യിൽ വേറെയും കുറേ ലൂമിയുണ്ട്. സോ അത് ഞാൻ ചെയ്യുമ്പോൾ ഈ ഓരോ ആപ്സിൻ്റെ ഹൈലൈറ്റ്സ് എടുത്ത് ഞാൻ പറയാം. സോ ഇതിലെനിക്ക് ഈ നോക്കിയയുടെ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അതിൽ നമുക്ക് ഒരുപാട് എഡിറ്റിംഗ് ഓപ്ഷൻസ്, അതായത് ഇന്നത്തെ സ്മാർട്ട് ഫോണിൽ അവർ ബ്രാഗ് ചെയ്യുന്ന AI ഫീച്ചർ എന്ന് പറയുന്ന സാധനമൊക്കെ ഇതിൽ പണ്ടേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ സെറ്റിങ്സ് ഒന്ന് പോയി നോക്കാം. സെറ്റിങ്സിൽ പോകുമ്പോഴത്തേക്കും ഉണ്ടാകും ഭയങ്കര മിനിമലാണ്. ഇവിടെ സിസ്റ്റം സെറ്റിങ്സ് ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ നമുക്ക് നേരെ ആപ്ലിക്കേഷൻ്റെ വേണമെങ്കിൽ സെപ്പറേറ്റ് അത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളതിന് വേണ്ടി വീണ്ടും ഹാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഏത് ആപ്പിലാണ് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത് ഇതിൽ വന്നിട്ട് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വാലറ്റ് ഓപ്ഷൻസ് പണ്ടേ ഉണ്ട്. ഇപ്പോഴാണ് ഞാനതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ ഇടയ്ക്കൊക്കെ ആയിട്ട്. ഇവിടെ പ്രത്യേകിച്ച് UK വന്നതിന് ശേഷം. അതിന് മുമ്പ് ഞാൻ വാലറ്റ് യൂസ് ചെയ്യാറില്ലായിരുന്നു. സോ ഇതിലൊക്കെ പണ്ടേ ആ ഒരു ഫീച്ചറും കാര്യങ്ങളും തന്നെ തന്നിട്ടുണ്ട്. എനിക്കിതൊക്കെ കുറച്ച് അതിശയമാണ് ഇപ്പോഴും സ്റ്റിൽ. ഇത്രയും പഴയ ഫോണിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ തന്നെ തരുമ്പോഴത്തേക്കും. പിന്നെ ഡിസ്പ്ലേയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ഒരു ലാഗ് ഉണ്ട്. കാര്യം ഇത് 512 RAM മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇമാജിൻ, ഇപ്പോൾ എല്ലാ ഫോണിലും ബേസ് മോഡൽ തന്നെ 6 GB ഒക്കെ വരുന്ന സമയത്ത് ഇറ്റ് വാസ് റണ്ണിങ് ഓൺ 512 RAM ആൻഡ് ഇറ്റ് ഈസ് റണ്ണിങ് സോ സ്മൂത്ത്. സോ നമുക്ക് ബാറ്ററി സേവർ ഓപ്ഷൻസ്, സൺലൈറ്റ് റീഡബിലിറ്റി, സോ ഇറ്റ് ക്യാൻ ഡു ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. പിന്നെ എന്താ പറയുക, പിന്നെ അബൌട്ട് ഫോണിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിൽ Windows 8 ആണ് റൺ ചെയ്യുന്നത്. പിന്നെ സ്ക്രീൻ റെസൊല്യൂഷൻ ഭയങ്കര ഇമ്പ്രസീവ് ഒന്നുമല്ല. നമുക്ക് 480x800 എന്നുള്ളൊരു റേഷ്യോയിലാണ് വരുന്നത്, അതായത് അതിൻ്റെ റെസൊല്യൂഷനിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ റിംഗ് ടോൺ ഒന്ന് കേൾക്കാം. സോ ഇറ്റ് ഷുഡ് ബി സംവെയർ ഹിയർ, റിംഗ് ടോൺ. പിന്നെ ഇതിൻ്റെ സ്പീക്കർ നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ലൗഡാണ്, ക്വാളിറ്റി ഉണ്ട്. പക്ഷേ സിംഗിൾ ഇതാണ് വരുന്നത്. പിന്നെ നമുക്ക് ചാർജിങ് പോർട്ട് അടിയിൽ നമുക്കൊരു 3.5mm ജാക്ക് വരുന്നുണ്ട്. പണ്ട് നമുക്ക് ഈ പറഞ്ഞ ചാർജറും ഹെഡ്ഫോൺസ് എല്ലാം തന്നെ കിട്ടുമായിരുന്നു. സോ ഇപ്പോഴത്തെ ഒരു ഫോൺ അത് കിട്ടാറില്ല, അതുകൊണ്ട് ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ തീംസിലോട്ട് പറഞ്ഞാൽ നമുക്ക് വേണ്ടോ ഇന്നത്തെ ഫോൺസ് ഒരു ബ്രാഗ് ചെയ്യുന്ന ലൈറ്റ് മോഡും ഈ പറഞ്ഞ ഡാർക്ക് മോഡും ഈ പറഞ്ഞ 520 അത് 512 RAM മാത്രമുള്ളൊരു ഫോണിലാണ്. ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ് സീംലെസ്ലി. പിന്നെ പല കളർ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഞാനെപ്പോഴും ഈ ഒരു ബ്ലൂ അല്ലെങ്കിൽ കോബാൾട്ട് എന്നുള്ള കളറിലാണ് റൺ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലാണ് എനിക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഇമെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ജസ്റ്റ് ലൈക്ക് സെറ്റ് അതെല്ലാം നമ്മളിവിടെ പിൻ ചെയ്തിട്ട് നമ്മുടെ ഈ പറഞ്ഞ സാധനം, അതായത് ഇത് മെയിൽ ഓപ്ഷൻ, നമ്മളിതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലൊരു സാധനം വരും കണ്ടോ. നമുക്കിതിങ്ങനെ വലുതാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന മെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഇതിലിങ്ങനെ റൊട്ടേറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് വെക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ എടുത്ത് ഇങ്ങനെ ഫുള്ളി നമ്മൾ ഓപ്പൺ ചെയ്ത് കാണേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. സോ ദിസ് ഇസ് എ ക്ലെവർ ഇൻ്റർഫേസ്. സത്യം ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇൻ്റർഫേസ് ആയിരുന്നു ഇത്. സോ ഇതാണ് ലൂമിയ 520. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ഒന്ന് ബാക്ക് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ ബാക്ക് ഇതാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ബാറ്ററീനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോപ്പറായിട്ട് ഇരിക്കാൻ സീറ്റാകാൻ വേണ്ടിയിട്ട്. സോ ഈ കേസ് നമുക്ക് ഈസിലി മാറാൻ പറ്റും, വലിയ വിലയില്ലായിരുന്നു അന്ന സമയത്ത്. പിന്നെ ഒരു സിംഗിൾ സിം കാർഡും പിന്നെ നമുക്ക് SD കാർഡ് അപ്ഗ്രേഡ് ഓപ്ഷനുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ നോക്കിയയുടെ അതേ ഒരു ബാറ്ററി, ഒറിജിനൽ ബാറ്ററിയാണ്. സോ ഒറിജിനൽ ബാറ്ററി, ഇറ്റ് സ്റ്റിൽ ബ്രാൻഡ് ന്യൂ കണ്ടീഷനായി ഫോൺ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇനി നമുക്ക് 630 പോകാം. 630 വരുമ്പോഴത്തേക്കും ഐ തോട്ട് ഇറ്റ് വാസ് എൻ അപ്ഗ്രേഡ് ടു 520. പക്ഷേ അങ്ങനെയല്ല. ഈ ഫോണ് കുറേ പ്രശ്നമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച്
ഈ ഫോണിന് കുറേ പ്രശ്നമുണ്ട് കമ്പയർ ടു ദ 520. കാര്യം ഇതിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ റെസൊല്യൂഷനൊക്കെ സെയിം റെസൊല്യൂഷനാണ്. കാരണം ഇതിൻ്റെ സ്ക്രീൻ ചെറുതാണ്, ഇതിൻ്റെ കുറച്ചുകൂടെ വലിയൊരു ഇതാണ് സ്ക്രീനാണ്. സോ സെയിം റെസൊല്യൂഷൻ കീപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റിയും അതൊക്കെ തന്നെ ചെറിയ മാറ്റങ്ങളുണ്ട്. അതിന് പിക്സൽ ഡെൻസിറ്റി എന്നാണ് തോന്നുന്നു അതിന് പറയുന്നത്. സോ എനിവേ നമുക്കത് കാണുമ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഇത് കണ്ടോ ഒരു സ്മൂത്ത്നെസ് ഇല്ല, ഇത് ഭയങ്കര ഒരു ഗ്ലിച്ചി ആയിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് ഈ ഒരു ഫോണിൽ 630 തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്ലീക്ക് ഡിസൈൻ, ഫ്ലാറ്റാണ്. പിന്നെ ബാക്കിൽ വരുമ്പോൾ നമുക്ക് ഈ ക്യാമറയുടെ ഇവിടെ ചെറിയൊരു പ്രൊട്രൂഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിയ ബ്രാൻഡിങ്. പക്ഷേ ഇതിൽ നമുക്കൊരു അകത്തോട്ട് നമുക്കൊരു എന്താ പറയുക എച്ച്ഡ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്, ഒരു ഷൈനി നോക്കിയ ഫീൽ. പക്ഷേ ഇത് ജസ്റ്റ് ഒരു എഴുത്ത് മാത്രമാണുള്ളത്. സോ കുറച്ച് സിമ്പിളായി കളഞ്ഞു എന്നുള്ളൊരു ഫീലുണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഈ ഒരു നമ്മളെ ഈ ബാക്കിലെ ബാക്ക് ഫയറിങ്, സോ ഇതിൻ്റെ ബാക്കിലത്തെ സ്പീക്കർ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ചെറിയ റൗണ്ട് പ്രൊഫൈലും ഒക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഫോണിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ആ ഷേപ്പും അതിൻ്റെ ഇവിടെ ടേപ്പാർഡായിട്ട് കൊടുത്തിട്ടുള്ളതും പിന്നെ ഇതിൻ്റെ പല കളറും ഉണ്ട്. ആ കളേഴ്സും നല്ല രസമായിരുന്നു കാണാൻ. യെല്ലോ ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ. സോ ഇതെന്ന് പറഞ്ഞാൽ ഡബിളിയിലോ അല്ലെ ട്രിപ്പിളിയോ എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്കിൽ ഇത് കരിയർ ലോക്ക്ഡാണ്. ഇത് വോഡാഫോണിൽ കരിയർ ലോക്ക്ഡാണ്. അൺലോക്ക് ചെയ്യാനായിട്ട് ഞാൻ പോകുന്നില്ല. ഐ തിങ്ക് ചിലതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഐ ഡോണ്ട് കെയർ. കാര്യം ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാൻ എന്തായാലും പോകുന്നില്ല. പിന്നെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാലും ഇതിൽ ക്യാമറയും നമുക്ക് 520 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ ഓക്കെ അത് അത്യാവശ്യം നമ്മൾ ലൈറ്റിൽ എടുത്തുകൊണ്ടാണ് തോന്നുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ ഈ ഫോട്ടോയ്ക്കൊക്കെ, അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഐ എം നോട്ട് സ്റ്റിൽ 520 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് അത്ര ഒരു രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്പീക്കറിൻ്റെ ക്വാളിറ്റിയും പറയാനാണെങ്കിൽ വലിയ രസമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ച് തരാം. പിന്നെ ഇത് വിൻഡോസ് 8.1 റൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നത്. ടാസ്ക് മെനു നമ്മൾ ആ 520 ഇത് കിട്ടില്ല. സോ ഇതല്ലോ ഓക്കെ. സൗണ്ട് അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സ്പീക്കറാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു പതർച്ച ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. ഓൾമോസ്റ്റ് സിമിലറാണ്, എന്നാലും അത് കുറച്ചൊരു ക്ലീൻ സൗണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ അബൌട്ട് ഫോണിൽ ഞാൻ പോയിട്ട് ഇതിൻ്റെ റാം എത്രയാണെന്ന് നോക്കട്ടെ. ഇതിലെവിടെ ഉണ്ട് കേട്ടോ റാമിൻ്റെ സൈസ്. പക്ഷേ ഇതിലത് കാണാൻ പറ്റുമെന്ന് എനിക്ക് ഇത് 1 GB റാമാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ലൈക്ക് ഫീലിംഗ് എ ബിറ്റ് ലാഗിങ്. പിന്നെ ഇതാണ് നോക്കിയ ക്യാമറ, വൺ ഓഫ് ദ കൂളസ്റ്റ് ക്യാമറ ആപ്സ് എന്ന് തന്നെ പറയാം. കാര്യം എടുത്ത് നമുക്കിതിൽ എല്ലാ കസ്റ്റമൈസേഷൻ ഓപ്ഷനും ഉണ്ട്. നമുക്കിവിടെ നമ്മുടെ എക്സ്പോഷർ സെറ്റിംഗ് ഉണ്ട്, ഷട്ടർ സ്പീഡ് ഉണ്ട്, വൈറ്റ് ബാലൻസ്, ISO, ഫോക്കസ് എല്ലാം തന്നെ നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും. രക്ഷയില്ലാത്തൊരു ക്യാമറ ഇൻ്റർഫേസ് ആയിരുന്നു അത്. സോ അതുകൊണ്ട് തന്നെ പേഴ്സണലി ഐ ലൈക്ക് ദിസ് ഫോൺ എ ലോട്ട്. അതായത് ലൂമിയ ഫോൺസ് ഇൻ ജനറൽ. എന്തായാലും ദീസ് ആർ ദ ക്രേസി ലൂമിയസ് ലൈക്ക്. പിന്നെ ഇതിൻ്റെ ബാക്ക് കൂടെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് കൂടെ കുറച്ചുകൂടി ഈസിയാണ് കമ്പയർ ടു 520. കുറച്ചുകൂടെ ലോങ്ങർ ബാറ്ററിയാണ്. ഇത് നോക്കിയുടെ പിന്നീട് വന്ന ഡിസൈനാണ്. ഐ ലൈക്ക് ദിസ്. എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര രസം, ക്ലാസി ലുക്കാണ്, ഭയങ്കര തിന്നാണ്, ബട്ട് ഇറ്റ് പാക്സ്. പിന്നെ ഇതിൽ നമുക്ക് ഐ തിങ്ക് ഇത് ഡ്യുവൽ സിം ആണോ എന്നൊരു ഡൗട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ സിംഗിൾ സിം ആണ്. സോ ഇനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ല കേട്ടോ. ഒന്ന് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇറ്റ്സ് പ്ലാസ്റ്റിക് ബോഡിയാണ് എല്ലാം ആണെങ്കിലും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. So you will get a SIM card tray here and micro SD. So it's a good phone. So അതാണ് എൻ്റെ മൊബൈൽ റിവ്യൂ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എൻ്റെ ഇനിയും കുറച്ചുകൂടി ഫോൺസ് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ലൂമിയയിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ആൾക്കാർക്ക് ആക്ച്വലി പീപ്പിൾ അത് ഈ ലൂമിയ എന്ന് പറഞ്ഞ ഫോൺ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. സോ നിങ്ങൾക്കത് അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ ബൈ.